നീ കഴിച്ചത് വേണ്ട. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. ബ്രെഡിനോട് എന്തെങ്കിലും സൈഡ് ഡിഷ് കിട്ടുമോ? വയ്യടാ, ഇതൊന്നും ഒപ്പിച്ചോടെ എനിക്കറിയാം. വണ്ടിയിലിട്ട് ഒതുക്കിയിട്ടാ ഭക്ഷണം വാങ്ങണം, കെട്ടിടാം, കയറ്, അങ്ങനെ പലതും. എന്റെ അമ്മോ, ഒരറ്റത്ത് പോലീസിനെ പേടി, പിന്നെ നീ ഇറങ്ങി ഓടുമെന്നുള്ള പേടി, പിന്നെ സിനിമാക്കാരെ. ടെൻഷന്റെ ഇടയിൽ ഒപ്പിച്ചതാ ഇത്രയും. അപ്പോഴവളുടെ ഒരു ചൈൽഡ് ഡിഷ്. ഇപ്പൊ ഇത്ര മതി. എത്ര ദിവസം ഇങ്ങനെ പോകേണ്ടി വരും അറിയില്ലല്ലോ. വെള്ളം നട ദുഷ്ട. ഓക്കെ, കുറച്ചുകൂടെ താടാ. വെള്ളം കുറച്ചു കുടിച്ചാ മതി. എപ്പോഴെപ്പോഴും മൂത്ര വയ്ക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് കാവൽ നിൽക്കാൻ പറ്റില്ല. തെണ്ടി പട്ടി ശവം. സദ്യ ഉണ്ടതല്ലേ, ഉറക്കം വരും. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. പതുക്കെ. സ്നേഹേ വാ വാ വോ, സിൽമന്നടി സ്നേഹേ വാ വാ വോ. നേരത്തെ ഞാൻ താലി കെട്ടിയെന്ന് മാത്രല്ലേ പറഞ്ഞുള്ളൂ. നമ്മുടെ ആദ്യ രാത്രിയും കഴിഞ്ഞു. പിന്നെ നീ ഗർഭിണിയായി. അതിസുന്ദരിയായ ഒരു മോളെ നീ പ്രസവിച്ചു. ഒത്തിരി ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങി. മോൾക്ക് പേരിടാൻ വേണ്ടി ഒരു ഉഗ്രം പേര് വരെ സെലക്ട് ചെയ്തു. എന്താ പേരെന്നറിയോ? ജീഹ. ജീവന്റെ ജീയും സ്നേഹയുടെ ഹായും. ജീഹ ജീഹ. ആഹാ. അപ്പോഴേക്കും എനിക്ക് പ്രാന്താന്നും പറഞ്ഞ് അച്ഛനും എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒടുവിൽ ആ ഡോക്ടർ എന്നെ രക്ഷിച്ചത്. ആഹാ, ഉറങ്ങിയ. എന്നാ ബാക്കി പിന്നെ പറയാട്ടാ. സ്നേഹേ ശ്രീ സ്നേഹേ. പരമദ്രോഹി കിടക്കണണ്ടില്ലേ. ദൈവമേ, ഒരു ബോംബ് കിട്ടിയിരുന്നെങ്കിൽ അവന്റെ തലയിൽ വെച്ച് പൊട്ടിക്കായിരുന്നു. ചെതറണം. Out of range. Still the message in Tamil? Yeah. See, Mr. Nambiar, you are all playing with my life. This is the third day after missing. You are the responsible person. Tell me, where is she? എന്റെ കീശയിലുണ്ട്. ഇയാൾക്കെന്ന തലയ്ക്ക് ഓളമുണ്ടോ? ഞാനാണ് ഓളെ തട്ടിക്കൊണ്ട് പോയത്. നിങ്ങളാണ് ഇപ്പൊ എനിക്ക് നഷ്ടം തരേണ്ടത്. എന്റെ 1.5 കോടി രൂപ വെള്ളത്തിലായത്. ഒന്നിനെ ഞാൻ വെറുതെ വിടൂല. നമ്പ്യാരെ, നിങ്ങൾ ഇങ്ങനെ ആയാലും എന്റെ ധൈര്യം പോവും. പ്ലീസ്. നോക്കിക്കോ, സ്നേഹിച്ച് ജീവേടൻ തന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നീ സിനിമയിൽ പാടുവോ? അത് ഉറപ്പല്ലേ? വലിയാളാകുമ്പോ ഞങ്ങളൊക്കെ ഒളിക്കാം. പേടിച്ചു പോയോ? ഇല്ല, ഭയന്നു പോയി. നർമ്മം ഇതെനിക്ക് ഇഷ്ടമാണ്. എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ടായിരിക്കും എന്റെ കല്യാണം. അയച്ചോട്ടെ. എന്തോന്ന്? ബന്ധുക്കളെ ആലോചിക്കാൻ. പക്ഷെ സഹകരിക്കണം. ഇത്രയും കാലം ഞാൻ അന്വേഷിച്ച് നടന്നത് എന്നെ പോലെ വണ്ണമുള്ള ഒരു സുന്ദരിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ കിട്ടി. അതെ, സഹകരിക്കോ? അവൾ പറന്ന് പോനാളെ ചഞ്ചഞ്ചം. ഇന്ന് ആരെങ്കിലും പീഡിപ്പിച്ച ചായ 10 ദോശ വേണം. പൈസ പിന്നെ തരാം. ശരിയാക്കി കൊടുക്കാം. വാടാ. എന്താ മോളെ കരയുന്നത്? നിങ്ങളൊക്കെ എന്റെ ആരാ? ഞാൻ ചേട്ടൻ. ഞാനും ഏട്ടൻ. ഞാൻ അമ്മാവൻ. ഞാനും അമ്മാവൻ. ഞാൻ കൊച്ചച്ഛൻ. അതേത് വകയില്? അല്ല, ഒരാപത്ത് വന്നപ്പോ അച്ഛന്റെ സ്ഥാനത്തും ഒരാളായിക്കോട്ടെ എന്ന് കരുതി. ലോക്കൽ ഗാർഡിയൻ. നല്ല വേള അച്ഛൻ എന്ന് പറയാത്തത്. തമാശകളാ. അനിയത്തിക്ക് എന്താ പറ്റിയത്? സാറേ, ആ ജീവന്റെ വിവരം കിട്ടിയെന്ന് വെച്ചിട്ട് മോളിന്ന് വിളിയോട് വിളിയാ. ഓ, അവനെ ഒന്നും പിടിക്കാൻ പറ്റില്ലടോ. ഇനി പിടിച്ചാൽ മതിയാവെങ്കിൽ മുകളിലുള്ളവരോട് പോയി പിടിക്കാൻ പറ. ഞാൻ വേറൊരു കേസിന്റെ പുറകില്ല. അതെന്ത് കേസാ സാർ? അതിപ്പോ ഞാൻ എന്താ സാർ? കാക്കിക്കുള്ളിലെ കാമുകനെ കാണാൻ വൈകിപ്പോയി. ഒറ്റയ്ക്കൊന്ന് കാണണം തെക്കേപ്പാടത്തെ കുളക്കടവിൽ. ഞാൻ സഹകരിക്കാം. പിടികിട്ടി. കോംപ്രമൈസിന് വിളിച്ചിരിക്കുന്നു. അവൻ എല്ലാരും കൂടെ കൊണ്ടാ സ്പോട്ടിലേക്ക്. എന്നെ ഒറ്റയ്ക്കാ ക്ഷണിച്ചിരിക്കുന്നത്. മഫ്തിയിൽ എല്ലാവരും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരി, എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾ
ഞങ്ങൾ എന്ത് ചെയ്യാൻ പോയാണ്? കാരണം ഞങ്ങൾ ഒരു സുന്ദരൻ ചെറുപ്പക്കാരനാക്കാൻ പോവുകയാണ്. പക്ഷേ സഹകരിക്കണം. സാറിന്റെ ഈ മീശയൊക്കെ എടുത്തു കളഞ്ഞ് അമിതാഭ് ബച്ചനെ പോലെ ആക്കാൻ പോവുക. പക്ഷേ സഹകരിക്കണം. തലമുടിയുടെ ഷേപ്പൊക്കെ മാറ്റി ഷാരൂഖ് ഖാനെ പോലെ ആവണം. പക്ഷേ സഹകരിക്കണം. പറ്റട്ടെ. ആ, ഈ കയ്യിൽ നിന്ന് ഒരു 5 കിലോ വീതം കളഞ്ഞ സ്ലിം ആവും. പക്ഷെ സഹകരിക്കണം. ഈ വയറിൽ നിന്ന് ഒരു 15 കിലോ കളഞ്ഞ ഋതിക് റോഷനെ പോലെ ആവും. പക്ഷെ സഹകരിക്കണം. കാര്യം മനസ്സിലായി. താങ്ക്സ്. ഞാൻ സഹകരിക്കാം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ സ്നേഹിയാണ്. ഞങ്ങൾ പിള്ളേരെ. അപ്പൊ സ്നേഹമില്ലാത്ത സ്നേഹിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അല്ലേ? രക്ഷപ്പെടുത്താം. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല. ഇനി വിളിക്കില്ലോ. ബെല്ലടിക്കുന്നുണ്ട്. റിങ് ചെയ്യുന്നു. യെസ്, റിംഗിങ്. തലവര നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാം. ഹലോ, ഓള് സ്നേഹമോളെ, ഇത് ഞാനാ നമ്പ്യാര്. ഇങ്ങളെന്തെങ്കിലും മിണ്ടപ്പാ. ഈടെല്ലാരും ടെൻഷനില്ല മോളെ. മോളല്ല, മോനാ. ജീവൻ മോൻ. പ്രൊഡ്യൂസർ സാറേ, ഇത് ജീവനാ. നിങ്ങൾക്കൊക്കെ സ്നേഹേ മതി എന്ന് എനിക്കറിയാം. എന്റെയും പ്രശ്നം അതാ. എനിക്കും സ്നേഹേ മതി. എടാ പന്ന ഇടിയട്ടെ, നിന്റെ ഞാൻ ഭൂമി വെച്ചേക്കില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ ഭൂമിയിലല്ല. നിന്നെ ഞാൻ പീസ് ആക്കൂടാ റാസ്കൽ. നമ്പ്യാരെ അതിങ്ങ് തന്നെ വിടാനാ പറഞ്ഞു ഞങ്ങളോട്. അത് തരാം. ജീവ, ഇത് ഞാനാ, മഹേന്ദ്രൻ. സാർ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കിയ ജീവനല്ലേ? ജീവൻ, സത്യം പറയണം, നിങ്ങളിപ്പോ എവിടെയാണ്? ഞാനൊരു മരത്തിന്റെ മുകളിലാ. ഇവിടെ ഫോണിന് റേഞ്ച് ഉള്ളൂ. സ്നേഹയെ താഴെ കെട്ടിയിട്ടിരിക്കുക. ജീവ, അതെ, സ്നേഹവുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും സാർ. ഒന്നുകിൽ ഞാൻ ഫോൺ താഴേക്ക് ഇട്ട് കൊടുക്കണം, അപ്പൊ റേഞ്ച് പോവും. അല്ലെങ്കിൽ സ്നേഹം മരത്തിന്റെ മേളിലേക്ക് വരണം. കട്ടിലോട് കൂടി സ്നേഹയെ മരത്തിന്റെ മുകളിലെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സാർ. ജീവ, നിന്നോട് സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ള വ്യക്തിയാണ് ഞാൻ. അത് കളയിക്കരുത്. സാറിന് എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നോടുള്ള സ്നേഹം അതിലൊക്കെ വലുതല്ലേ സാർ? എന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ സാർ? എന്നെ പറ. എന്തായി? ഒരു കുന്തുവായില്ല. എനിക്കിപ്പോ പേരിലുള്ളൂ സാർ ജീവൻ. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു വേണം. ഒപ്പം ഒരു ജീവിതവും. അത് സാറിന് തരാൻ പറ്റുമോ? ഞാനല്ലേ പറയുന്നത്. എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്കിൽ എനിക്ക് 1 മണിക്കൂർ സമയം തരണം. അതിനുശേഷം ഞാൻ റേഞ്ചിലുണ്ടാവും. ദാറ്റ് മീൻസ് മരത്തിന്റെ മേളിലുണ്ടാവും. അടിച്ചു പൊളിച്ചൊരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാന്ന് കരുതിയിട്ടാ. മനസ്സിലായില്ലല്ലേ? മഹേന്ദ്രൻ സാർ സമ്മതിച്ചു. ഇനി സസ്പെൻസ് വേണ്ട, ഞാൻ പറയാം.
എനിക്കൊരു ജീവിതം തരാന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ യെസ് ശരിയാക്കാന്ന് സാർ സമ്മതിച്ചു. തന്നെ മോഹ സ്വപ്നം ഒന്നും നടക്കില്ല. എന്നെ വിവാഹം നേരത്തെ തീരുമാനിച്ചതാ. അപ്പൊ ഈ രണ്ട് ശരീരവും ഇവിടെ കിടന്ന് തന്നെ തീരും. കാട് ഗരുത്ത കാട്.